CUET 2025 റിസൾട്ട് വന്നു. ഇനി എന്ത് നോക്കൂ, കഴിഞ്ഞ വർഷങ്ങളിനേക്കാൾ ലോ കട്ട് ഓഫ് ആണ് ഈ വർഷം. പെർസെന്റൈൽ വൈസ് നോക്കുമ്പോൾ 17 പേർക്ക് മാത്രമാണ് 3 വിഷയങ്ങൾക്ക് 100% ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മാർക്കൊക്കെ നോക്കിയിട്ടുണ്ടാകും. 300, 400, 500 മാർക്ക് കിട്ടിയവർക്കെല്ലാം നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എല്ലാം സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നാം എന്ത് ചെയ്യണം? പലപ്പോഴും നമ്മൾ സ്റ്റക്ക് ആവുന്ന ഒരു അവസ്ഥയാണ്. പരീക്ഷ എഴുതി ഇനി നമ്മൾ സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ഉണ്ടാവുമെന്ന് കരുതി കാത്തിരിക്കും. നോ, CUETക്ക് അങ്ങനെ സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ഇല്ല. അതാത് യൂണിവേഴ്സിറ്റികൾ, കോളേജുകളിൽ നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കണം. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ്, വാട്ട് ഈസ് ദ ഇൻ ഫിഗർ? നിങ്ങളിത് സ്ക്രീനിൽ കാണുന്ന സ്കോർ കാർഡ് നോക്കുക, നിങ്ങൾക്കും ഇത് കിട്ടിയിട്ടുണ്ടാവും. സ്കോർ കാർഡിൽ നിങ്ങൾക്ക് പെർസെൻറ്റൈൽ കാണുന്നുണ്ട്. പെർസെൻറ്റൈൽ എന്ന് പറയുന്നത് മൊത്തം എഴുതിയ വിദ്യാർത്ഥികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പെർസെൻറ്റൈലാണ്. എന്നാൽ മാർക്ക് ഇൻ ഫിഗറായിട്ട് കാണാം. ഒരു കുട്ടി ഇംഗ്ലീഷിൽ 42% മാർക്ക് 95 മറ്റോ കാണാം അല്ലേ. അപ്പോൾ ഈ കാണുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ട് ടോട്ടലുള്ള ഒരു സംഭവത്തെയാണ് പെർസെൻറ്റൈൽ എന്ന് റാങ്ക് വൈസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പെർസെൻറ്റൈൽ നിങ്ങൾ അപേക്ഷിക്കുന്നവരിൽ നിന്നാണ് അവിടെ അതാത് യൂണിവേഴ്സിറ്റികൾ, അതാത് കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് റാങ്ക് തയ്യാറാക്കുന്നത്. മറ്റൊരു പ്രധാന കാരണമുണ്ടല്ലോ, നിങ്ങൾക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ചില യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി, ഇനിയിപ്പോൾ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന വലിയൊരു സ്കോളർഷിപ്പ് ഉണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, അശോക് യൂണിവേഴ്സിറ്റി, LPU തുടങ്ങിയിട്ടുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം നല്ല ഹൈ പെർസെൻറ്റേജിലുള്ളവരെ സ്കോളർഷിപ്പിനായിട്ട് ക്ഷണിക്കും. നിങ്ങളുടെ മെയിൽ ID നിങ്ങൾക്ക് റിക്വസ്റ്റ് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇഫ് യു ആർ ഗോയിങ് ടു അപ്ലൈ വിത്ത് യുവർ സ്കോർ കാർഡ് ഇൻ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്. 250 സ്ഥാപനങ്ങളായി ഇപ്രാവശ്യം CUETയുടെ അണ്ടറിൽ വരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ 40 അധികം വരുന്നുണ്ട്, നമുക്കറിയാം. ഇതിനൊപ്പം തന്നെ വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, നാഷണൽ ലെവലിലുള്ള പ്രൈവറ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം സ്കോളർഷിപ്പോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടണമെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന CUETയുടെ സ്കോർ നിങ്ങൾ പർട്ടിക്കുലർ കോളേജിൻ്റെയോ യൂണിവേഴ്സിറ്റിൻ്റെയോ കൃത്യമായ ആപ്ലിക്കേഷന് നിങ്ങൾ തയ്യാറാവണം. നോക്കൂ, ഡൽഹി യൂണിവേഴ്സിറ്റി വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പ്രോസസ്സിലൂടെ, സെൻട്രലൈസ്ഡ് പ്രോസസ്സിലൂടെ മാത്രമേ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. സൗത്ത്, നോർത്ത് ക്യാമ്പസുകളിൽ, പ്രീമിയം സ്ഥാപനങ്ങളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ വളരെ നല്ലതാണ്. നല്ല പ്ലേസ്മെൻ്റ് ഉണ്ട്, നല്ല എക്സ്പോഷർ ഉണ്ട്. CUETയുടെ അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെബിനാറുകൾ, ലൈവ് യൂട്യൂബ് പ്രോഗ്രാമുകൾ, എക്സ്പേർട്ട് സെഷനുകൾ എല്ലാം നമ്മൾ കരിയർ മാപ്പിംഗ് TVയിലൂടെ നൽകുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരിക, നിങ്ങളുടെ ആവശ്യങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നൽകുന്നതാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ദിസ് ഈസ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി 2025 CUET.